ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് മുട്ടയപ്പവും മസാലക്കറിയാണ് കേട്ടോ. എനിക്ക് മുട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കറി കൂട്ടി കഴിക്കുന്നതിനേക്കാളും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കാൻ വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് വല്ലപ്പോഴാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പവും ഏറ്റവും സിമ്പിളും ഉണ്ടാക്കിയാൽ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഏറ്റവും നന്നായി വരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഐറ്റമാണ് കേട്ടോ ഈ മുട്ടയപ്പം എന്ന് പറയുന്നത്. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവർ തലേദിവസം തന്നെ നമ്മൾ പ്ലാനിങ് തുടങ്ങുമല്ലോ. അപ്പോൾ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ കഴിഞ്ഞു, ഇനി ഒന്നും ഇല്ലല്ലോ ഉണ്ടാക്കാനെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ ഇത്. ഒരു ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ പച്ചരി ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിക്കും. മുട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പച്ചരി കുതിർത്തതും പിന്നെ കുറച്ച് ഉപ്പിടണം, പിന്നെ ഒരു മുട്ട എന്തായാലും വേണം. മുട്ട ഉണ്ടെങ്കിലാണ് അത് പെർഫെക്റ്റായിട്ട് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നത്. മുട്ടയും പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം എന്ന് പറയുന്നത് തണുത്ത വെള്ളമല്ല, ചെറു ചൂടുവെള്ളമോ ലുക്വിഡ് വാട്ടറോ ഉപയോഗിക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇതിൻ്റെ മാവ് ബാറ്റർ ഇരിക്കുന്നത്. പിന്നെ ഒരു പൊടിക്കൈ എന്ന് പറയുന്നത് ഇതിൻ്റെ മാവ് കലക്കിയെടുത്ത ശേഷം അത് നമുക്ക് ഈ ചുട്ടെടുക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചുട്ടെടുക്കുമ്പോൾ ആ മാവ് ചട്ടിയിൽ നിന്നുമായാലും നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. പിന്നെ മാവ് ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഈ അപ്പം ഉണ്ടാക്കി വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഓരോ അപ്പം ഇതുപോലെ നമുക്ക് ചുട്ട് എടുക്കുമ്പോൾ നമ്മുടെ കാസ്ട്രോളിൽ ഇട്ടിട്ട് നല്ലപോലെ അടച്ച് വെക്കണം. ഓരോ അപ്പം മേലേക്ക് ഇടുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ നേരത്ത് എല്ലാ അപ്പവും ഒന്നും കൂടി നന്നായിട്ട് തളർന്ന് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ എപ്പോഴും ചട്ടിയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നവരാണെങ്കിൽ ചട്ടി നല്ല മയത്തിൽ പെട്ടെന്ന് വിട്ടുകിട്ടും കേട്ടോ. ഞാനിത് മാസത്തിൽ 1-2 പ്രാവശ്യം ഉണ്ടാക്കി, എന്നാലും നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് മുട്ടയപ്പം നന്നായിട്ട് ചട്ടിയിൽ നിന്ന് വിട്ട് വരാറുണ്ട് കേട്ടോ. മുട്ടയപ്പത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ.